ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നഴ്സസ് ഗൈഡ് മലയാളം എന്ന യൂട്യൂബ് ചാനലിന്റെ ഈ സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഒബിജി നഴ്സിംഗിലെ ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് അതിന്റെ തുടർച്ചയായി ഒബിജി നഴ്സിംഗ് പാർട്ട് 4. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്യുക. അതിനോട് ചേർന്നുള്ള ബെല്ലൈക്കണിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അതാത് സമയത്ത് നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ടോപ്പിക്കിലേക്ക് കടക്കാം. ഒബിജി നഴ്സിംഗ് പാർട്ട് 4. The suture that separates the occipital bone and the two parietal bones is option A lambdoid suture, option B frontal suture, option C coronal suture, option D sagittal suture. Right answer is option A lambdoid suture. ന്യൂബോൺ ബേബിയുടെ ക്രാനിയൽ ബോൺസിൽ പ്രധാനമായും കാണുന്ന സ്യൂച്ചേഴ്സ് ആണ് ലാംഡോയിഡ് സ്യൂച്ചേഴ്സ്, കൊറോണൽ സ്യൂച്ചർ, മെറ്റോപിക് സ്യൂച്ചർ, സജൈറ്റൽ സ്യൂച്ചർ എന്നിവ. ലാംഡോയിഡ് സ്യൂച്ചർ എന്നതിനെ ഓക്സിപിറ്റോ പാരൈറ്റൽ സ്യൂച്ചർ എന്നും വിളിക്കുന്നു. ലാംഡോയിഡ് സ്യൂച്ചർ പാരൈറ്റൽ ബോണിന്റെയും ഓക്സിപിറ്റൽ ബോണിന്റെയും ഇടയിലുള്ള സ്യൂച്ചർ ആണ്. അടുത്തത് സജൈറ്റൽ സ്യൂച്ചർ. സജൈറ്റൽ സ്യൂച്ചറിനെ അഥവാ ഇന്റർ പാരൈറ്റൽ സ്യൂച്ചർ എന്നും വിളിക്കുന്നു. അതായത് രണ്ട് പാരൈറ്റൽ ബോൺസിന്റെയും ഇടയിലുള്ള സ്യൂച്ചർ. അടുത്തത് കൊറോണൽ സ്യൂച്ചർ. ഫ്രണ്ടൽ ബോണിന്റെയും പാരൈറ്റൽ ബോണിന്റെയും ഇടയിലുള്ള സ്യൂച്ചർ ആണ് കൊറോണൽ സ്യൂച്ചർ. അടുത്തത് ഫ്രണ്ടൽ സ്യൂച്ചർ. ഫ്രണ്ടൽ സ്യൂച്ചർ എന്നത് ഫ്രണ്ടൽ ബോണിൽ സജൈറ്റൽ സ്യൂച്ചർ മുതൽ നോസിന്റെ റൂട്ട് വരെ നീണ്ടു കിടക്കുന്ന സ്യൂച്ചർ ആണ്. ഇതിനെ മെറ്റോപിക് സ്യൂച്ചർ എന്നും വിളിക്കുന്നു. അടുത്ത ചോദ്യം. The mesoderm gives rise to all the following structures in the fully developed fetus except option A gonads, option B nervous system, option C circulatory system, option D muscular system. Right answer is option B nervous system. പ്രഗ്നൻസിയുടെ മൂന്നാമത്തെ ആഴ്ചയാകുമ്പോൾ എംബ്രിയോണിക് ടിഷ്യൂ വിഭജിച്ച് 3 പ്രൈമറി ജേം ലെയേഴ്സ് ആകുന്നു. അതാണ് എൻഡോഡം, മീസോഡം, എക്ടോഡം എന്നിവ. ഈ ജേം ലെയേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. എൻഡോഡമിൽ നിന്നാണ് എപ്പിത്തീലിയൽ ലൈനിങ്, ഗാമീറ്റ്സ് ആയ സ്പേംസ്, oocyte എന്നിവ ഉണ്ടാകുന്നത്. മീസോഡമിൽ നിന്നും ഗൊണാഡ്സ്, മസിൽസ്, കാർഡിയോവാസ്കുലാർ സിസ്റ്റം, ജനൈറ്റൽ ഡക്ട്സ്, കിഡ്നി, യുറേറ്റർ, ഡെർമിസ്, കാർട്ടിലേജ്, ബോൺ, കാർഡിയാക് മസിൽസ്, ബ്ലഡ് വെസൽസ്, ബ്ലഡ്, ബോൺ മാരോ, മറ്റ് കണക്റ്റീവ് ടിഷ്യൂസ്, നോട്ടോകോഡ് എന്നിവ ഉണ്ടാകുന്നു. എക്ടോഡെർമിൽ നിന്നും എപ്പിഡെർമിസ്, മാമറി ഗ്ലാൻഡ്, അതുപോലെ തന്നെ എല്ലാ നെർവസ് ടിഷ്യൂസും, പിന്നെ ഹെഡിലെ കമ്പോണൻസും, സെൻസറി ഓർഗൻസിന്റെ ന്യൂറോ എപ്പിത്തീലിയവും ഫോം ചെയ്യുന്നു. അടുത്ത ചോദ്യം. In which week of pregnancy brain is formed? Option A 12 weeks, option B 18 weeks, option C 20 weeks, option D 24 weeks. Right answer is option A 12 weeks. 4 ആഴ്ചയാകുമ്പോൾ ന്യൂറൽ ട്യൂബിന്റെ ഹെഡ് എൻഡ് വിഭജിച്ച് പ്രോസെൻസിഫലോൺ അഥവാ ഫോർ ബ്രെയിൻ, മീസെൻസിഫലോൺ അഥവാ മിഡ് ബ്രെയിൻ, റോംബെൻസിഫലോൺ അഥവാ ഹൈൻഡ് ബ്രെയിൻ എന്നിവ ഫോം ചെയ്യുന്നു. ബ്രെയിനിന്റെ ഡെവലപ്മെന്റ് എന്നത് പ്രഗ്നൻസിയിലുടനീളം തുടരുന്ന ഒരു പ്രക്രിയയാണ്. എന്നിരുന്നാലും ബ്രെയിനിന്റെ എല്ലാ ഭാഗങ്ങളും ഏകദേശം ഡെവലപ്പ് ചെയ്യുന്നത് 12ാമത്തെ ആഴ്ചയിലാണ്. ഫീറ്റസിന്റെ ഹാർട്ട് ബീറ്റ് ചെയ്യാൻ തുടങ്ങുന്നത് 5ാമത്തെ ആഴ്ചയിലാണ്. അടുത്ത ചോദ്യം. ഫീറ്റസ് ഗെറ്റ് ന്യൂട്രീഷൻ ത്രൂ ഓപ്ഷൻ എ പ്ലാസന്റ, ഓപ്ഷൻ ബി ആംനിയോട്ടിക് ഫ്ലൂയിഡ്, ഓപ്ഷൻ സി അംബിലിക്കൽ കോർഡ്, ഓപ്ഷൻ ഡി none of the above. The right answer is option A
പ്ലാസന്റ. പ്ലാസന്റയെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് തിയറി ക്ലാസ് മുൻപ് ചെയ്തിട്ടുള്ള ഒരു സെഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ദയവായി അത് കാണുക. നെക്സ്റ്റ് അടുത്ത ചോദ്യം. Dash is the another term used for the umbilical cord. Option A, funis. Option B, chorion. Option C, omphalon. Option D, amnion. Right answer is option A, funis. Umbilical cord il ഉണ്ടാകുന്ന ഇൻഫെക്ഷനെ ഓംഫലൈറ്റിസ് എന്ന് പറയുന്നു. umbilical cord നെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഫ്യൂണിസ്. അടുത്ത ചോദ്യം. The major contribution to amniotic fluid is option A, fetal urine. Option B, fetal plasma. Option C, mother's plasma. Option D, mother's urine. Right answer is option A, fetal urine. Amniotic fluid form ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഫീറ്റൽ യൂറിൻ, അംബിലിക്കൽ വെസൽസിലെ എക്സുഡേറ്റ്സ്, ഫീറ്റൽ സ്കിൻ, ആംനിയോട്ടിക് എപ്പിത്തീലിയം എന്നിവയാണ്. ഇവയിൽ വെച്ച് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഫീറ്റൽ യൂറിൻ ആണ്. അടുത്ത ചോദ്യം. The umbilical cord souffle is synchronized with option A, maternal pulse. Option B, fetal pulse. Option C, none of the above. Option D, all of the above. Right answer is option B, fetal pulse. Fetal heart sound ഓസ്കൾട്ടേറ്റ് ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന മറ്റ് സൗണ്ടുകളാണ് ഫീറ്റൽ സൂഫിളും യൂട്രൈൻ സൂഫിളും. ഫീറ്റൽ സൂഫിളിനെ അംബിലിക്കൽ കോഡ് സൂഫിൾ എന്നും പറയുന്നു. ഇത് അംബിലിക്കൽ ആർട്ടറീസിലൂടെ ബ്ലഡ് പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ട് ആണ്. ഇത് ഫീറ്റൽ ഹാർട്ട് സൗണ്ട് ആണോ എന്ന് സംശയം ജനിപ്പിക്കാറുണ്ട്. അതേസമയം മറ്റേണൽ പൾസ് ആണോ എന്ന് തോന്നിപ്പിക്കുന്ന യൂട്രൈൻ സൂഫിൾ യൂട്രൈൻ വെസൽസിലൂടെ ബ്ലഡ് പാസ് ചെയ്യുന്നതിന്റെ സൗണ്ട് ആണ്. അടുത്ത ചോദ്യം. Which among the following vessel contain highest oxygen concentration in fetal circulation? Option A, umbilical vein. Option B, pulmonary artery. Option C, ductus venosus. Option D, ductus arteriosus. Right answer is option A, umbilical vein. Umbilical vein-ലൂടെ fetal circulation-ലേക്ക് പ്രവേശിക്കുന്ന ബ്ലഡിലാണ് ഹയസ്റ്റ് ഓക്സിജൻ കോൺസെൻട്രേഷൻ ഉള്ളത്. ഇത് ഡക്ടസ് വീനോസിലൂടെ ഇൻഫീരിയർ വീനക്കാവയിലേക്ക് പ്രവേശിക്കുന്നു. അടുത്ത ചോദ്യം. മൂവ്മെന്റ്സ് ഓഫ് ദ ബേബി felt by the mother are known as option A, lightning. Option B, engagement. Option C, quickening. Option D, ballotment. Right answer is option C, quickening. ഒരു ഗർഭിണിയായ സ്ത്രീക്ക് തന്റെ ഗർഭപാത്രത്തിലുള്ള കുഞ്ഞിന്റെ അനക്കം ആദ്യമായി അറിയാൻ സാധിക്കുന്നതിനെയാണ് ക്വിക്കനിങ് എന്ന് പറയുന്നത്. ഇത് 18 ആഴ്ചയ്ക്കും 20 ആഴ്ചയ്ക്കും ഇടയിലാണ് സംഭവിക്കാറ്. അടുത്ത ചോദ്യം. Lightening takes place at option A, 30 weeks. Option B, 32 weeks. Option C, 34 weeks. Option D, 36 weeks. Right answer is option D, 36 weeks. ഫീറ്റസിന്റെ പ്രസന്റിംഗ് പാർട്ട് പെൽവിസിലേക്ക് താഴ്ന്നിറങ്ങുമ്പോൾ ഫണ്ടൽ ഹൈറ്റ് കുറയുകയും മദറിന് റിലാക്സേഷൻ തോന്നുകയും ചെയ്യുന്നു. ഇതിനെയാണ് ലൈറ്റനിങ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. Approximate increase in weight during pregnancy is option A, 10 kg. Option B, 12 kg. Option C, 11 kg. Option D, 13 kg. Right answer is option C, 11 kg. പ്രഗ്നൻസിയുടെ സമയത്തെ ആകെ വെയിറ്റ് ഗെയിൻ 11 kg ആണ്. ആദ്യത്തെ ട്രൈമസ്റ്ററിൽ 1 കിലോഗ്രാമും
രണ്ടാമത്തെ ട്രൈമസ്റ്ററിൽ 5 കിലോഗ്രാമും മൂന്നാമത്തെ ട്രൈമസ്റ്ററിൽ 5 കിലോഗ്രാമും അങ്ങനെ മൊത്തം 11 കിലോഗ്രാം ആണ് പ്രഗ്നൻസിയിലുടനീളം കൂടുന്ന വെയിറ്റ്. അടുത്ത ചോദ്യം, the approximate weight gain of the fetus between 32 and 40 weeks of gestation is option A 10 gram per day, option B 20 gram per day, option C 25 gram per day, option D 50 gram per day. Right answer is option C 25 gram per day. Fetal weight gain ഏറ്റവും കൂടുതലായി സംഭവിക്കുന്നത് 32 മുതൽ 36 ആഴ്ചക്കിടയിലാണ്. ഇത് 26.9 ഗ്രാം പെർ ഡേ എന്ന തോതിലാണ്. 36 മുതൽ 40 ആഴ്ച വരെയുള്ള കാലയളവിൽ ഇത് 24 ഗ്രാം പെർ ഡേ ആയി കുറയുന്നു. അടുത്ത ചോദ്യം, amniocentesis should not be performed during first 3 months of pregnancy. Why? Option A, there are more chances of infection. Option B, there is not enough amniotic fluid. Option C, chances of damages of fetus. Option D, all of above. Right answer is option D, all of above. Amniotic fluid aspirate ചെയ്തെടുക്കുന്നതിനെയാണ് amniocentesis എന്ന് പറയുന്നത്. ഇത് സാധാരണയായി 15 ആഴ്ചകൾക്ക് ശേഷമേ ചെയ്യുവാറുള്ളൂ. കാരണം അതിനു മുമ്പ് ആംനിയോട്ടിക് ഫ്ലൂയിഡിന്റെ അളവ് വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ ഇൻഫെക്ഷൻ ഉണ്ടാകുവാനും ഫീറ്റസിന് ഡാമേജ് സംഭവിക്കുവാനും സാധ്യത കൂടുന്നു. അടുത്ത ചോദ്യം, at 16 weeks of pregnancy the height of the uterus is at option A level of umbilicus, option B midway between symphysis pubis and umbilicus, option C ensiform cartilage, option D none of the above. Right answer is option B midway between symphysis pubis and umbilicus. 12 ആഴ്ചയ്ക്ക് മുമ്പ് യൂട്രസ് ഒരു പെൽവിക് ഓർഗൻ ആയിരിക്കും. അതിനാൽ ഫണ്ടസ് പാൽപേറ്റ് ചെയ്യുവാൻ സാധിക്കില്ല. 12ാമത്തെ ആഴ്ചയാകുമ്പോൾ ഫണ്ടസ് സിംഫൈസിസ് പ്യൂബിസിന്റെ മുകളിൽ എത്തുന്നു. 16ാമത്തെ ആഴ്ചയാകുമ്പോൾ ഫണ്ടസ് സിംഫൈസിസ് പ്യൂബിസിന്റെയും അംബിലിക്കസിന്റെയും നടുക്കായിരിക്കും. 24ാമത്തെ ആഴ്ചയാകുമ്പോൾ ഫണ്ടസ് അംബിലിക്കസിൽ എത്തുന്നു. 30ാമത്തെ ആഴ്ചയിൽ ഫണ്ടസ് അംബിലിക്കസിന്റെയും സിഫിസ്റ്റേണത്തിന്റെയും നടുക്കായിരിക്കും. 36ാമത്തെ ആഴ്ചയിൽ സിഫിസ്റ്റേണത്തിന്റെ തൊട്ട് താഴെ എത്തുന്നു. 40ാമത്തെ ആഴ്ചയിൽ ലൈറ്റനിങ് സംഭവിക്കുന്നത് മൂലം ഫണ്ടസ് തിരിച്ച് 36ാമത്തെ ആഴ്ചയിൽ ഉണ്ടാകുന്നതിനേക്കാൾ താഴോട്ട് വരുന്നു. ഏകദേശം ഇത് 32ാമത്തെ ആഴ്ചയിൽ ഉണ്ടാകുന്ന ഹൈറ്റിലായിരിക്കും. അടുത്ത ചോദ്യം, at 8 weeks of gestation the uterus looks like option A small unripe pear, option B large orange, option C size of grapefruit, option D cricket ball. The right answer is option B large orange. അടുത്ത ചോദ്യം, uterus become pelvic organ after delivery. Option A 10 to 12 days, option B 12 to 14 days, option C 16 to 18 days, option D 18 to 20 days. Right answer is option B 12 to 14 days. ഡെലിവറി കഴിയുമ്പോൾ ഫണ്ടസ് സിംഫൈസിസ് പ്യൂബിസിൽ നിന്നും 13.5 സെന്റിമീറ്റർ മുകളിലായിരിക്കും. ഇത് 1.25 സെന്റിമീറ്റർ പെർ ഡേ എന്ന തോതിൽ കുറഞ്ഞ് 2 ആഴ്ച കഴിയുമ്പോൾ യൂട്രസ് ഒരു പെൽവിക് ഓർഗനായി മാറുന്നു. അടുത്ത ചോദ്യം, the normal duration of pregnancy is
Option A 300 days. Option B 250 days. Option C 365 days. Option D 280 days. Right answer is option D 280 days. പ്രഗ്നൻസിയുടെ നോർമൽ ഡ്യൂറേഷൻ എന്നത് 40 ആഴ്ച അഥവാ 280 ദിവസമാണ്. അടുത്ത ചോദ്യം. Why a pregnant mother should lie on her left side when resting or sleeping in later stages of pregnancy? Option A to facilitate digestion. Option B to facilitate bladder emptying. Option C to prevent compression of vena cava. Option D to avoid development of fetal anomalies. Right answer is option C to prevent compression of vena cava. Pregnant woman supine പൊസിഷനിൽ കിടക്കുമ്പോൾ വീന കാവയിൽ കംപ്രഷൻ ഉണ്ടാവുകയും വീനസ് റിട്ടേൺ കുറയുകയും ചെയ്യുന്നു. ഇത് സുപ്പൈൻ ഹൈപ്പോടെൻഷന് കാരണമാകുന്നു. തന്മൂലം പ്ലാസെന്റൽ പെർഫ്യൂഷൻ കുറയുകയും ഫീറ്റൽ ഹൈപ്പോക്സിയ ഉണ്ടാവുകയും ചെയ്യുന്നു. അടുത്ത ചോദ്യം. A maternity nurse should screen for diabetes mellitus in pregnancy at Option A 6 to 17 weeks. Option B 18 to 23 weeks. Option C 24 to 28 weeks. Option D 28 to 32 weeks. Right answer is option C 24 to 28 weeks. Gestational diabetes mellitus സാധാരണയായി സെക്കൻഡ് ട്രൈമസ്റ്ററിന്റെ അവസാനത്തോടെയോ തേർഡ് ട്രൈമസ്റ്ററിന്റെ ആരംഭത്തിലോ ആണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് 24 ആഴ്ചയ്ക്കും 28 ആഴ്ചയ്ക്കും ഇടയിൽ വേണം ഡയബറ്റിസ് മെലൈറ്റസ് സ്ക്രീൻ ചെയ്യുവാൻ. അടുത്ത ചോദ്യം. The white lines formed in the lower part of abdomen during pregnancy are called Option A pregnancy mask. Option B linea nigra. Option C striae gravidarum. Option D none of these. Right answer is option C striae gravidarum. Stretch mark അഥവാ striae gravidarum എന്നത് പിങ്കിഷ് വൈറ്റോ ഗ്രേ നിറത്തിലോ ഉള്ള ലൈൻസ് ആണ്. ഇത് സ്കിന്നിൽ ഉണ്ടാകുന്ന സ്ട്രെച്ചിങ് മൂലമാണ് ഫോം ചെയ്യുന്നത്. സാധാരണയായി പ്രഗ്നന്റ് വുമന്റെ അബ്ഡോമിനിലും തൈയിലും ബ്രസ്റ്റിലുമാണ് ഈ സ്ട്രെച്ച് മാർക്ക് അഥവാ striae gravidarum കാണുന്നത്. So, thank you for watching this video.